രേണുസുതി സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആദ്യം ഞാൻ ചെറിയൊരു വിവരണം പറഞ്ഞിട്ട് ഞാൻ രേണുസുതിയുടെ നിലവിലെ വിഷയത്തിലേക്ക് വരാം. നിലവിലെ വിഷയം എന്ന് പറഞ്ഞാൽ 3 വിഷയങ്ങൾ സംബന്ധിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ്. ഇതിനകത്ത് സമ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ പണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് യൂട്യൂബ്. ഞാനും അത് കണക്ക് യൂട്യൂബ് ചാനൽ ഞാൻ ഈ സംസാരിക്കുന്നത്. എങ്കിലും നമ്മൾ ആരുടെയും സ്വകാര്യതയിലേക്കോ അവരുടെ ആരെങ്കിലും കുടുംബകാര്യങ്ങളിലേക്കോ ഒന്ന് ഇടിച്ചു കയറി ചെന്നിട്ട് ചോദ്യം ചോദിക്കുക, അവരെന്ത് ചെയ്യണം, ഏത് ചെയ്യണം, എങ്ങനെ പോകണം, എങ്ങനെ ജീവിക്കണം, ആ രീതിയിലൊന്നും തന്നെ ഞാൻ ഇനിയും ചെയ്യൂല, ഇതുവരെ ചെയ്തിട്ടുമില്ല. പിന്നെ നമ്മൾ പൊതുവെ വരുന്ന വാർത്തകളും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ഒരു വിശകലനം ചെയ്യുന്നത് മാത്രമാണ്. അതാണ് ഞാൻ ചെയ്യുന്നല്ല, വേറെ ഒന്നുമില്ല. അപ്പം നിലവിൽ പെർഫ്യൂമിനെ സംബന്ധിച്ചൊരു 1 വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ആ വീടിൻ്റെ പാലുകാച്ചി സമയത്ത് അങ്ങോട്ടാണെന്ന് തോന്നുന്നു, സുധിയുടെ ഷർട്ടിൻ്റെ സ്മെല്ലുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഓക്കെ അത് എല്ലാ വീടുകളിലും ഓരോ ഭാര്യമാർക്ക് അവർക്ക് ഭർത്താവെന്ന് പറയുന്നത് അതൊരു പ്രത്യേക രീതിയിൽ ഉള്ളൊരു ചിന്തയും ഓർമ്മകളുമാണ്. അപ്പോൾ അതിലൊരു ഭാഗം മാത്രമാണ്. കാരണം നല്ല തിരക്കുള്ള മനുഷ്യനാണ്. കാരണം ഫീൽഡ് അറിയാമല്ലോ, ട്രൂപ്പുകളായാലും കോമഡി പ്രോഗ്രാമുകളൊക്കെ ആയാലും തന്നെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്കും വിയർപ്പും അതോടൊപ്പം തന്നെ സിഗരറ്റ് വലിക്കുന്ന സിഗരറ്റിൻ്റെ സ്മെല്ലായിരിക്കും. മദ്യപിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ മദ്യത്തിൻ്റെ സ്മെല്ല് കാണും. എന്തു തന്നെ ആയാലും ജോലിക്ക് പോയിട്ട് വീട്ടിൽ വരുന്ന ഏതൊരു മനുഷ്യനും, അതായത് വിയർപ്പിൻ്റെ അസുഖം ഇല്ലാതെ നാട്ടിൽ പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ ശരീരത്തിൽ സ്മെല്ലുണ്ടാവും. അല്ലാതെ ഒരു പണിക്കും പോകാതെ വീട്ടിൽ സ്പ്രേയും അടിച്ച് വീട്ടിൽ കിടന്ന് ഉറങ്ങി ആൾക്കാരുടെ ജോലി ചെയ്തുകൊണ്ട് വരുന്ന വീട്ടിൽ അമ്മയായാലും അച്ഛനായാലും ഭാര്യയായാലും സഹോദരങ്ങളായാലും അവർ ജോലി ചെയ്തുകൊണ്ട് വരുന്ന പൈസയ്ക്ക് തിന്നുറങ്ങുന്ന ആൾക്കാർക്ക് ശരീരത്തിൽ സ്മെല്ല് കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മുടെ നാട്ടിൽ വിയർപ്പിൻ്റെ അസുഖമുള്ളവരെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ അവരുടെ ഭർത്താവിനെ കുറിച്ച്, ഇതിപ്പം ഈ രേണുസുതി ആരുടെയും ചാനലിലോട്ട് അല്ലെങ്കിൽ ചാനൽ റൂമുകളിലേക്ക് ചെന്നിട്ട് സംസാരിക്കുന്നില്ല. അവരുടെ മുന്നിലേക്ക് മൈക്കും കൊണ്ട് ചെന്നിട്ട് അവരെ ഇരുന്ന് ചൊറിഞ്ഞ് അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണിട്ട് അതെടുത്ത് വീഡിയോ ഉണ്ടാക്കി, അങ്ങനെയാണ് ഇവർ നോർമലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലുള്ള മിക്ക യൂട്യൂബ് ചാനലും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ കേരളത്തിലെ സോഷ്യൽ മീഡിയകളിലും ഒക്കെ നടക്കുന്ന ചർച്ച. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, ഈ ലക്ഷ്മി നക്ഷത്രയാണ് ഇത് ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് രേണുസുതിക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗിഫ്റ്റ് കൊടുക്കുന്നത് സന്തോഷത്തോടെ വാങ്ങി അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ചാനലിൻ്റെ കൂടെ പറയുന്നു. അപ്പം നിലവിലെ വിഷയം എന്ന് പറഞ്ഞാൽ, ഈ പെർഫ്യൂമിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് വിയർപ്പിൻ്റെ സ്മെല്ലാണ്. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ നമ്മളെ ശരീരത്ത് അതിന്റെ ആ ഒരു വിയർപ്പും എല്ലാം കൂടിയുള്ള ഒരു സ്മെല്ലാണ്. അതിന്റെ പെർഫ്യൂം എങ്ങനെ ദേഹത്തടിച്ചോളൂ. ഈ പുതിയ സ്പ്രേ അടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തുള്ള സ്മെല്ല് മാറാൻ വേണ്ടിയാണ് സ്പ്രേ അടിക്കുന്നത്. പക്ഷേ ഈ രേണുസുതിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ലക്ഷ്മി നക്ഷത്ര സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അവർ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ ശരീരത്തെ സ്മെല്ല് വരുന്ന രീതിയിലുള്ള ഒരു സ്പ്രേ ആണ് അവർ നിർമ്മിച്ചത്. എന്നിട്ടാണ് ഇതിനെ പറ്റിയുള്ള ചർച്ച നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് പറയും, ആ സ്പ്രേ എന്ന് പറയുന്നത് ശരീരത്ത് ഉപയോഗിക്കാൻ കൊള്ളുന്ന സാധനമല്ല. കാരണം സ്മെല്ലാണ്. സ്മെല്ലെന്ന് പറഞ്ഞാൽ ഏതൊരു മലയാളിക്കും അറിയാം, സ്മെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഗന്ധം. മുല്ലപ്പൂവിന് സ്മെല്ലുണ്ട്, അതോടൊപ്പം തന്നെ നമ്മളെ ശരീരത്തിൽ വരുന്ന വിയർപ്പിന് സ്മെല്ലുണ്ടാവും. അതുപോലെ തന്നെയാണ് അത് ശരീരത്തിൽ ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. അതിനെന്താണ് തെറ്റ്? അപ്പോൾ ഇത് വെറുതെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക. ഞാൻ നോക്കുകയാണ്, 5 ലക്ഷം പേരാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട്. ഞാൻ കുറ്റം പറയുക, നമ്മൾ ആരെയും ആക്ഷേപിക്കുകയോ വിമർശിക്കുകയോ ചെയ്യുന്നതല്ല. വെറുതെ അവരെ ഫീൽഡിൽ ചെന്നിട്ട് അവരെ ബുദ്ധിമുട്ടുണ്ടാക്കി അവരങ്ങനെ പറഞ്ഞു, ഈ പറഞ്ഞത് ശരിയായില്ല. അപ്പം നിലവിലെ വിഷയം ഇതാണ്, വിയർപ്പ് തന്നെയാണ് ആ സ്മെല്ല്. ആ പെർഫ്യൂമിനുണ്ട് സ്മെല്ലെന്ന് പറയുന്നത് വിയർപ്പിൻ്റെ സ്മെല്ലാണ്. അത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. പക്ഷേ അവരത് വെച്ചിരിക്കുന്നത് സുധിയുടെ ഓർമ്മകളും അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ അവർക്ക് ജീവിക്കണമെന്നുണ്ട്. ചിലപ്പോൾ വിഷമം വന്നിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ സ്പ്രേ എടുത്ത് അവർ ചിലപ്പോൾ മണപ്പിക്കുകയോ അങ്ങനെയുള്ള എന്താ വെച്ചാൽ അവരുടെ ഇഷ്ടം തന്നെയല്ല ആണല്ലോ. അത് ഇവിടെ നമുക്ക് അതിനെക്കുറിച്ച് ഇനി അങ്ങോട്ട് പോകുന്നില്ല. ഇനി രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ രജിത് കുമാറുമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതും പിന്നെ ലക്ഷ്മി നക്ഷത്ര ആയിട്ടുള്ള ഒരു ചെറിയ സംശയം, അതെല്ലാം കഴിഞ്ഞു.
പെർഫ്യൂമായിട്ടുള്ള പ്രശ്നം അത് അവിടെ കഴിഞ്ഞു. സെക്കൻഡ് എന്ന് പറയുന്നത് രജിത് കുമാർ. അതിലും അവർ പറയുന്നുണ്ട് കൃത്യമായിട്ടുള്ള മറുപടി. അതൊരു കോമഡി. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. നമ്മുടെ രജിത് കുമാർ പറഞ്ഞല്ലോ ഞാൻ പൈസ കിട്ടുകയാണെങ്കിൽ എന്തും ചെയ്യുന്നു പറഞ്ഞത്. അതാ ഞാൻ രജിത്തേട്ടനല്ലേ പറഞ്ഞത്, ഞാനല്ലോ പറഞ്ഞത്. രജിത്തേട്ടൻ എന്റെ നല്ല സുഹൃത്താണ് കേട്ടോ, പാവം. വീഡിയോ വൈറലായല്ലേ? അതെ, വൈറലായി. അപ്പൊ അതാണ് കാര്യം. അവരുടെ അടുത്ത് ചോദിക്കുന്നത് കൃത്യമായിട്ട് അവർ മറുപടി പറയുന്നത്. അത് വേറൊരു കോമഡി എന്ന് പറഞ്ഞാലേ, ഇപ്പോൾ ഇവർക്ക് അഭിനയിക്കാൻ അറിയത്തില്ല, എന്നിട്ടും ഇവര് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി അഹങ്കരിച്ച് എന്തുവാ സംസാരം ശരിയല്ല, അഹങ്കാരിയാണ്. ഇത് ഇവരെടുത്തോട്ട് ചെല്ലുന്നതാണ് ഈ ചാനലുകാരല്ല, യൂട്യൂബ് ചാനലുകാരെല്ലാം കൂടെ മൈക്കും ക്യാമറയും ഒക്കെ എടുത്ത് 2-3 ലക്ഷം രൂപയുടെ ക്യാമറയും 10-15 രൂപയുടെ മൈക്കും അതിൻ്റെ കൂടെ പരിവാരങ്ങളും ഇതെല്ലാം കൂടെ അവരെ മുമ്പിലേക്ക് ചെന്നിട്ടാണ് അവരെ വായിരിക്കുന്നത് കേൾക്കുന്നത്. അല്ലാതെ അവരാരുടെയും മുന്നിൽ പോയി അവരൊരു അക്ഷരം മിണ്ടുന്നില്ല. അവർക്ക് കൂടെ സഹകരിക്കുന്നവരുടെ അടുത്ത് അവർ കൃത്യമായിട്ട് തമാശ പറഞ്ഞ് സന്തോഷിച്ച് തന്നെയാണ് അവർ ജീവിച്ചു പോകുന്നത്. ഇത് ഇവരെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയകളിൽ. അതായത് ഇവർ അഹങ്കരിച്ച ഇവർ ഒരു കാരണവശാലും ദയവ് ചെയ്ത് ഈ സ്ത്രീയെ നെഗറ്റീവ് ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി അവരെ ഇല്ലാതാക്കേണ്ട കാര്യമില്ല. അവരുടെ ക്യാരക്ടർ അങ്ങനെയാണ്. അവർ ചിരിച്ച് കളിച്ച് സംസാരിച്ച് കിടക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ സുധിയായിട്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് ഇത്ര പ്രശ്നമില്ലായിരുന്നു. അതിപ്പം ഭർത്താവുമായിട്ട് പോകുന്ന എല്ലാ സ്ത്രീകളും ഇപ്പം ഓരോരുത്തർക്കും അവരവരുടെ ഭാര്യമാര് ചിലർ വളരെ നിഷ്കളങ്ക സ്വഭാവമായിട്ടുള്ളവരായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ചിലർ വീടിനുള്ളിൽ ചിലർ പറഞ്ഞിട്ടില്ലേ എൻ്റെ ഭാര്യ ഒരു കൊച്ചു കുട്ടിയെ പോലെയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് അഹങ്കരിക്കുകയല്ല വേണ്ടത്. അങ്ങനെയുള്ളൊരു പെണ്ണിനെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കിട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കുക. അല്ലാതെ വെറുതെ പൊങ്ങച്ചത്തിന് വേണ്ടി ചിലർ പറയാറുണ്ട് എനിക്ക് എൻ്റെ മോളെ പോലെയാണ്. അപ്പോൾ മോളെ പോലെ ഉള്ളൊരു കുട്ടി ഈ വലിയ വലിയ സ്റ്റാർഡം ഉള്ള നായകന്മാർക്ക് കൊണ്ടു നടക്കാം. അപ്പോൾ കൊച്ചു കുട്ടിയെ പോലെ ജീവിക്കുന്നതും പെരുമാറുന്നതും ആണ് ഇവിടെ ഏറ്റവും വലിയൊരു കുറ്റം എന്നുള്ള രീതിയിൽ രേണുസുധിയെ കൊണ്ടു നടക്കുന്നത്. അപ്പം അവർ പറയുന്നുണ്ട് കൃത്യമായിട്ട്. ഇപ്പോൾ ഈ ഒരു അടുത്ത ഈ വീഡിയോ നമുക്ക് നോക്കാം. വീട്ടിലേക്ക് മാറിയ ശേഷം ലക്ഷ്മി വന്നിട്ടുണ്ടോ വീട്ടിൽ? ഇല്ല, വന്നിട്ടില്ല. ഇല്ല, അതെന്താ അഭിനയിക്കത്തില്ല, താല്പര്യമില്ല. അവരടുത്ത് എന്ത് ചോദ്യം ചോദിച്ചാലും അവർ തമാശ രൂപത്തിലേ മറുപടി പറയുള്ളൂ. അവർ ഒരു കാരണവശാലും എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കിടുങ്ങി വിറച്ചെന്ന് സംസാരിക്കില്ല. അവർ ഞാൻ സത്യം പറഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്ത് വേറെ ഒന്നും കൊണ്ടല്ല. അവരവരെ റിയൽ ക്യാരക്ടറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് അവർ മാറുന്നില്ല. അല്ലാതെ ഒരാളടുത്ത് നിന്നിട്ട് വളരെ സന്തോഷം, അടുത്ത ആളടുത്ത് നിന്ന് വെയിറ്റ് ഇട്ടിട്ടിരിക്കുക. അവർ ഇപ്പം എത്രയോ വീടുകളിൽ ഒരു ഓട്ടോയ്ക്കകത്ത് പ്രൈവറ്റ് ബസ്സിൽ KSRTC ബസ്സിലൊക്കെ കയറിയാണ് ഓരോ സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും കടന്ന് കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ്. അങ്ങനെയുള്ള സ്ത്രീകളെയാണ് ഈ മൈക്കും കുറെ പിന്നെ എന്ത് പറയാ കായും പൂവൊക്കെ ചേർത്ത് പറയേണ്ടി വരും. നമ്മൾ പിന്നെ അത് പറയുന്നില്ല. ഇവരൊന്നും ഉപകരിച്ചില്ലേലും കുഴപ്പമില്ല, ഉപദ്രവിക്കാതിരുന്നു കഴിഞ്ഞാൽ വളരെ ഉപകാരം. നോക്കൂ, സോഷ്യൽ മീഡിയയിൽ എന്താണ് രജിത് കുമാറിനെ കുറിച്ചും ഈ രേണുസുധിയെ കുറിച്ചും പറഞ്ഞു വെച്ചിരിക്കുന്നത്. രജിത് കുമാർ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. അവർ സുഹൃത്തുക്കളാണ്. അവർ പേഴ്സണലി അവര് പറയുന്ന സംസാരിക്കുന്ന കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും കേരളത്തിലുള്ള ആരും അറിയുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. സുധിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സുധിയുടെ കൂടെ അന്ന് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒട്ടുമിക്ക ഒരു എന്താ പറയുക സെലിബ്രിറ്റികളുമായിട്ടും കോണ്ടാക്റ്റും ബന്ധങ്ങളും ഉണ്ട്. പക്ഷെ അത് ഈ ഒഴിഞ്ഞ ഒരു കോണിൽ പോയിട്ടുള്ള ഒരു ബന്ധമല്ലത്. അവര് കൃത്യമായിട്ട് സ്നേഹബന്ധം തന്നെയാണ്, ഫ്രണ്ട്ഷിപ്പ് പോലെയാണ്. രജിത് കുമാർ ഫ്രണ്ട്സിനെ പോലെയാണ് തന്നെ അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ ആ ഒരു വീഡിയോ എല്ലാവരും കണ്ടതാണല്ലോ. കാരണം ആ സംസാരിക്കുന്ന സമയത്ത് പോലും ഇവർ പ്രതികരിക്കുന്ന റിയാക്ട് ചെയ്യുന്നതെല്ലാം കോമഡി രൂപത്തിലാണ്. സത്യത്തിൽ യൂട്യൂബേഴ്സാണ് ഇവരെല്ലാം ഈ പരുവാക്കിയെടുത്തത്. അതേ കണക്ക് തന്നെ ഇവര് അടുത്ത ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, സിനിമ അഭിനയിക്കുന്നില്ല. എന്തോന്ന്
എന്നെ സിനിമ വിളിച്ച ആരാണെങ്കിലും ഞാൻ അഭിനയിക്കും. നായികയുടെ അഭിനയിന്റെ എക്സ്മ സീരീസിൽ അഭിനയിക്കും. അഭിനയിക്കത്തില്ല, താല്പര്യമില്ല. നമ്മുടെ രജിത് കുമാർ പറഞ്ഞില്ലേ ഞാൻ പൈസ കിട്ടുകയാണെങ്കിൽ എന്തും ചെയ്യുന്നു പറഞ്ഞു. അതാ ഞാൻ ചോദിച്ചത്. രജിത്തേട്ടനല്ലേ പറഞ്ഞത്, ഞാനല്ല. രജിത്തേട്ടനല്ലേ നല്ല എന്ത് വേണേലും എടുത്തോളൂ, നോ പ്രോബ്ലം. ഇപ്പൊ ലക്ഷ്മി നക്ഷത്രനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ചോദിച്ചപ്പോ നമ്മള് ചോദിച്ചു മീര കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ഈ ഇതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചു. അതായത് രേണുവിന്റെ അടുത്ത ചോദ്യം, വസ്ത്രാലങ്കാരത്തെ കുറിച്ച് ലക്ഷ്മി നക്ഷത്രം പറഞ്ഞാൽ അതിനനുസരിച്ച വസ്ത്രമാണ് പിന്നെ രേണുസുതി ഇടുന്നത്. രേണുസുതി ഇടുന്ന എല്ലാ വസ്ത്രങ്ങളും ആഭരണങ്ങളെല്ലാം ഈ ലക്ഷ്മി നക്ഷത്രം പറയുന്നത് കേട്ട്, അതായത് തലേ ദിവസം മെസ്സേജ് അയക്കും, നാളെ ഏത് ഡ്രസ്സ് ഇടണം അല്ലെങ്കിൽ ഏത് ആഭരണം ധരിക്കണം, ഇതെല്ലാം ലക്ഷ്മി നക്ഷത്രം പറഞ്ഞു കൊടുക്കും. പിന്നെ പിറ്റേ ദിവസം എണീറ്റിട്ട് നോക്കും, മെസ്സേജ് നോക്കും, ഇന്ന് ഇന്ന ഡ്രസ്സാണ് ഇടുന്നത്, ആഭരണം ഇന്നതാണ്, ചെരുപ്പ് ഇന്ന കളറായിരിക്കണം, ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരു ജോലിയാണ് ലക്ഷ്മി നക്ഷത്രയ്ക്ക്. അതാണ് ഇപ്പോൾ കക്ഷി ചോദിച്ചിരിക്കുന്നത് യൂട്യൂബ് ചാനലിൽ, ആ യൂട്യൂബർ ചോദിച്ചിരിക്കുന്നത്. അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. വെറുതെ ആവശ്യമില്ലാതെ ഒരു പെങ്കൊച്ചിനെ എങ്ങനെ ഇല്ലാതാക്കാമോ അതിനെ ചീത്ത വിളിക്കും. എത്രയോ പേരാണെന്ന് പറയാം ഓരോ കമന്റ് ഇടുന്നത്. വെറും വൃത്തികൾ. ഈ യൂട്യൂബേഴ്സ് തന്നെയാണ് ഇങ്ങനെയുള്ള സ്ത്രീകളെ നശിപ്പിക്കുന്നത്. വീട്ടുകാരെ വരെ ചീത്ത വിളിപ്പിക്കുക, ചെറുക്കം ഇവർക്കുള്ള മക്കളെ വരെ ചീത്ത വിളിപ്പിക്കുന്നത് ഈ യൂട്യൂബേഴ്സാണ്. എല്ലാ യൂട്യൂബേഴ്സും ഇല്ല, ഒരു 10-15% വരുന്ന യൂട്യൂബേഴ്സിൻ്റെ ഒരു പരിപാടിയാണിത്. അവർക്ക് എങ്ങനെയെങ്കിലും റീച്ച് കിട്ടാൻ വേണ്ടി എങ്ങനെയെങ്കിലും അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും ചൊറിഞ്ഞു. മുമ്പ് വിനായകനായിരുന്നു. വിനായകൻ ഇപ്പം കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു, വലുതായിട്ട് ഒന്നും ഇരിക്കത്തില്ല. മറ്റേത് വിനായകന് മുമ്പ് ഇരുന്ന് ചൊറിഞ്ഞ് വിനായകന്റെ ഗുരു പൊട്ടിച്ച് വിനായകന്റെ വായിൽ നിന്ന് കേട്ടിട്ട് വിനായകൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞു, എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ചോദിച്ചു എന്നുള്ളൊരു ചോദ്യം അവിടെ ആരും ഈ കേരളത്തിൽ ആരും ചോദിക്കത്തില്ല. അല്ലെങ്കിൽ വിനായകന്റെ അടുത്ത് ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം എന്താണ്, അതാരും ചോദിക്കത്തില്ല. വിനായകൻ എന്തുകൊണ്ട് അത് പറഞ്ഞു എന്നുള്ളതാണ് ചോദിക്കുന്നത്. ചോദ്യം ഇല്ലാതെ ആരെങ്കിലും ഉത്തരം പറയുമോ? ഇപ്പോൾ വിനായകൻ എന്താ ഭ്രാന്തം വല്ലതും ഉണ്ടോ? ഒരു ഒരു കുറച്ച് മൈക്ക് അങ്ങോട്ട് പറക്കി വെച്ച് ഫ്രണ്ടിലൊരു വീഡിയോ ക്യാമറ എടുത്ത് വെച്ചിട്ട് നാട്ടിൽ കിടക്കുന്ന ആൾക്കാരെ ചീത്ത വിളിക്കാനായിട്ട്. ഇതാണ് ഇവിടെ നടക്കുന്നത്. ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവം. രേണുസുതിയുടെ ഫോട്ടോഷൂട്ടുകൾക്കും റീൽസുകൾക്കും താഴെ വിമർശന കമന്റുകളാണ്. അത് ഈ വീഡിയോ ഇടുന്ന ആള് അവന്മാര് വീഡിയോ ഇട്ടിട്ട് അവരവരെ പാട്ടിന് പോകും. ഈ വീഡിയോ കണ്ടിട്ട് അതിന് മറുപടി പറയുന്ന കമന്റ് റിപ്ലൈ പോലും കൊടുക്കത്തില്ല. എന്നിട്ട് ഈ ചിലപ്പോൾ ഇത് ഒരു പക്ഷേ ഈ വീഡിയോ എടുത്ത് അത് പോസ്റ്റ് ചെയ്യുന്ന ആ യൂട്യൂബർ ചിലപ്പോൾ ഈ കമന്റ് കണ്ടിട്ട് വേണമെങ്കിൽ വീട്ടിൽ ഇരുന്ന് ചിരിക്കുമായിരിക്കും. ഇതാണ് ഇവിടെ നടക്കുന്നത്.